ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയാനും പഠിക്കാനുമായിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ടെക്നോളജി എന്താണെന്നൊക്കെ. കുറേ നാളുകൊണ്ടേ ഉള്ള ടെക്നോളജിയാണ്. കുറച്ച് ബ്ലോക്സ് ഉണ്ട്. ഈ ബ്ലോക്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ആയിട്ട്, അത് ലോക്കൽ നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൻ നെറ്റ്വർക്ക് ആയിട്ടുള്ള എതീറിയം പോലുള്ള അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലുള്ള ഒരു വലിയ നെറ്റ്വർക്കിനകത്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസും ആയിരിക്കാം. അപ്പം ബിറ്റ്കോയിൻ എന്താ, എതീറിയം എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പിന്നെ പഠിക്കാം. അപ്പൊ ഇങ്ങനെ കുറച്ച് ബ്ലോക്സ്, ഇപ്പം ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റം ഓരോ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഓരോ ബ്ലോക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെയാണ് ഒരു ബ്ലോക്ക് ചെയിൻ നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പൊ നിങ്ങൾ തിയറി കൺസെപ്റ്റിനൊക്കെ കൂടുതലായിട്ട് നമുക്കൊരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി തിയറിയും കൂടെ പാർട്ടായിട്ട് പഠിച്ചു പോവാം. അതിന് ആദ്യം നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ വേണ്ടി വേണ്ട ഒരു ഐഡി വേണം. നമുക്ക് കോഡിങ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് വേണമല്ലോ. സോ അതിന് വേണ്ടി വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസിന്റെ വേർഷൻ ആണോ, ലിനക്സ് ആണോ, OS ആണോ, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ നോക്കിയിട്ട് അത് ജസ്റ്റ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് Node.js എടുക്കുക. ഓക്കെ, അവിടെ തന്നെ ഡൗൺലോഡ് ബട്ടൺ അവൈലബിൾ ആണ്. സോ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേർഷൻസിലേക്ക് പോകും. ഇവിടെ വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്. സോ വിൻഡോസ് ആണ് വേണ്ടെങ്കിൽ വിൻഡോസ് കൊടുക്കുക. വിൻഡോസ് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഇതിപ്പോ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റെപ്സ് ഞാൻ കാണിക്കുന്നില്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇതേപോലെ വിൻഡോസിന്റെ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡ് ആയി. ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിനകത്ത് കയറിയിട്ട് റൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ സമയത്ത് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഒന്ന് നോഡ്, അതേപോലെ തന്നെ NPM. അത് ആക്റ്റീവ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, CMD എൻ്റർ കൊടുക്കുക. ദെൻ നോഡ് -v കൊടുത്താൽ അതിന്റെ വേർഷൻ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി npm -v കൊടുത്താൽ അതും കിട്ടുന്നുണ്ട്. 6.14.4 ആണ് വരുന്നത്. ഇവിടെ 12.16.2. അപ്പം രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ npm ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വൺസ് ഇത് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്ത് ഫയൽ എടുക്കുക, ന്യൂ ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഫയൽ എടുത്ത് ന്യൂ ബട്ടൺ എടുത്ത് പുതിയ പ്രോജക്റ്റ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം അങ്ങനെ ചെയ്യാതെ നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് ഓപ്പൺ ചെയ്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പൊ ഫയൽ എടുക്കുക, ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓപ്പൺ ഫോൾഡർ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക്, ഇപ്പൊ സിയിലേക്കായിരിക്കും ഡയറക്റ്റ് ഓപ്പൺ ആവുന്നതല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എപ്പോഴും ഓപ്പൺ ചെയ്തൊരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിലേക്കായിരിക്കും ഓപ്പൺ ആവുക. അപ്പൊ ഞാൻ സിയിലേക്ക് ഓപ്പൺ ആയി, ദെൻ ഡെസ്ക്ടോപ്പിലേക്ക് ഓപ്പൺ ചെയ്തു. ദെൻ നമുക്ക് വേണ്ട ഫോൾഡേഴ്സ് എന്താണോ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പ്രൊജക്ട്സിനകത്ത് കയറിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു ന്യൂ എടുത്ത് ഫോൾഡറിനകത്ത് പേര് കൊടുക്കുകയാണ് മൈ പ്രോജക്റ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഇപ്പൊ ഒരു empty ഫോൾഡർ നമുക്കറിയാം, നമ്മളിപ്പോ മാനുവലി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു empty ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനകത്തൊരു package.json ഫയലാണ് ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫയൽ നമ്മൾ മാനുവലി കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. പകരം നമുക്ക് അത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് npm ഇൻസ്റ്റാൾ ചെയ്തതിനെ നമ്മൾ കോൾ ചെയ്യണം. അപ്പൊ അത് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫയൽ ക്രിയേറ്റ് ആവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെർമിനൽ ഒന്ന് എടുക്കുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ ടെർമിനൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ടെർമിനൽ ഓപ്പൺ ആവും. ഓക്കെ, ഇതിനകത്തേക്ക് npm init എന്താണ് package.json എന്നൊക്കെ ഉള്ളത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ആദ്യം ക്രിയേറ്റ് ആവുന്നത് package.json ആണ്. നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ എന്തൊക്കെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രോജക്റ്റിന്റെ നെയിം മൈ പ്രോജക്റ്റ് ആണ്. ഓക്കെ, എൻ്റർ കൊടുക്കുക. വേർഷൻ ചോദിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിനും എൻ്റർ കൊടുത്ത് പോവുക. കീവേഡ്സ് ഓതർ ലൈസൻസ് എസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവും, ആ ഒരു ഫയല്.
ഓക്കെ, നമ്മളിവിടെ എതേറിയം നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. സോ നമുക്കിവിടെ സോളിഡിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോളിഡിറ്റി ഏകദേശം ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഇതെടുത്തു. ഇനി നമ്മൾ സോളിഡിറ്റി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് നിങ്ങളൊരു കോൺട്രാക്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. കോൺട്രാക്ട്സ്, സ്പെല്ലിങ് മാറരുത്, കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ട്സ് വെച്ച് കോൾ ചെയ്യുക, അപ്പൊ എറർ വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എറർ വരും. അപ്പൊ കോൺട്രാക്ട്സ് കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ വേണ്ട ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട ഒരു ഫയലാണ്. ഞാനിവിടെ car.sol ഒരു സോളിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. car.sol എന്ന് പറഞ്ഞൊരു സോളിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. സോളിഡിറ്റിയുടെ ആ ഒരു എതേറിയത്തിന്റെ സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വേർഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ വേർഷൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സോളിഡിറ്റി ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് npm install സ്പേസ് npm കഴിഞ്ഞ് ഇൻസ്റ്റാൾ സ്പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു ഫയൽ എന്താണെന്ന് കൊടുക്കുക. നമുക്കിവിടെ എന്താ വേണ്ടത്? സോളിഡിറ്റി ആണ്. അപ്പൊ സോളിഡിറ്റിക്ക് വേണ്ടി solac SLOC at വേർഷൻ. അപ്പം SLOC at 0.4.17 ഇത് പഴയ വേർഷൻ ആണിത്. നമ്മൾ ഇതിലാണ് ഇപ്പൊ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു വേർഷൻ അവിടെ പറയാം. ഓക്കെ, ഇത് ക്രിയേറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. റീമിക്സ് എന്താണ്? റീമിക്സ് നോക്കാം. ജസ്റ്റ് റീമിക്സ് ethereum.org എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്ക് സോളിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റർഫേസും കൂടെ ആണ് ഈ ഒരു റീമിക്സ് എന്ന് പറയുന്നത്. ഓപ്പൺ ആവട്ടെ. ഓക്കെ, ഷുവർ ഓർ ഡിക്ലൈൻ? ഞാൻ ഡിക്ലൈൻ ചെയ്യാണ്. ദെൻ നമ്മളിവിടെ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്ത കുറച്ച് ഫയൽസ് ഉണ്ട്. സോ ഞാൻ ഫസ്റ്റിലത്തെ 2 എണ്ണം ഡിലീറ്റ് ചെയ്യാണ്. ദെൻ വോൾട്ട് ഞാൻ റീനെയിം ചെയ്യുന്നു. വോൾട്ട് സോൾ. ഓക്കെ, ഇതിനകത്ത് കുറച്ച് വേർഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. ദെൻ പ്രാഗ്മ എന്ന് പറയുന്നതാണ് ലാംഗ്വേജ്. എന്ത്? സോളിഡിറ്റിയില് നമ്മളിവിടെ വേർഷൻ പറഞ്ഞായിരുന്നു 4.17 ആണ് നമ്മൾ കൊടുക്കുന്ന വേർഷൻ. സോ 17 കൊടുക്കുക. ദെൻ ഇതൊരു 6 കൊടുക്കുക. ഓക്കെ, ഈ ഒരു വേർഷന്റെ ഇടയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ട കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? ഒരു സോളിഡിറ്റിക്കകത്ത് നമുക്ക് ആട്രിബ്യൂട്ട്സ് വേണം, അല്ലെ? ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാർ എന്നാണ്. അല്ലെങ്കിൽ സംതിങ് ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാം. 1 സെക്കൻഡ്. നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണോ അത് നമുക്കിവിടെ ആട്രിബ്യൂട്ട് നമ്മൾ സാധാ ഒരു രീതിയിൽ പറയാം. നമുക്കിവിടെ ആദ്യം വേണ്ടത് കോൺട്രാക്ട്സ് ആണ്. ഒരു സോളിഡിറ്റിയിൽ സ്മാർട്ട് കോൺട്രാക്ട് ബേസ്ഡ് ആണ് കാര്യങ്ങൾ പോകുന്നത്. സോളിഡിറ്റി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ അതിനുവേണ്ടി നമുക്ക് കോൺട്രാക്ട് വേണം. കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് തന്നെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കാർ വേണമെങ്കിൽ കാർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പം ഈ ഒരു വേർഷൻ 0.4.17 എന്ന് പറഞ്ഞ വേർഷൻ ആയതുകൊണ്ട് കോൺട്രാക്ടിന്റെ നെയിമിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷനോട് ഉണ്ടാവണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ലേറ്റസ്റ്റ് വേർഷന്റെ സോളിഡിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺട്രാക്ടിന്റെ സെയിം നെയിമിൽ ഫംഗ്ഷൻസ് വരാൻ പാടില്ല. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം എന്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുക. കോൺട്രാക്ട് ഞാനിപ്പോ കൊടുക്കുന്നു കാർ. ഞാൻ ജസ്റ്റ് കാർ എന്ന് കൊടുക്കുന്നു. അപ്പൊ കാർ എന്നുള്ളതാണ് നമ്മുടെ എന്ത് കോൺട്രാക്ട് ആയിട്ട് അവിടെ വരുന്നത്. ഇനി ആ കോൺട്രാക്ടിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിനകത്ത് വരാൻ സാധ്യതയുള്ള ആട്രിബ്യൂട്ട്സ്, അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ്, അപ്പൊ അതിനെ സ്പെസിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ആട്രിബ്യൂട്ട് എന്താണോ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഒരു കാറിനകത്ത് ആയതുകൊണ്ട് നമ്മൾ കാറിന്റെ എന്താവും ഒരു നെയിം കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളത് അതിന്റെ ഡേറ്റ ടൈപ്പ് പറയാം സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് ആയതുകൊണ്ട് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ജസ്റ്റ് ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആണ്. നെയിം എന്ന് പറയുമ്പോൾ സ്ട്രിംഗ് ആണ്. ഇപ്പം ഏജ് ഒക്കെ ആണെങ്കിൽ ഇന്റിജർ ആയിരിക്കും. അതിന്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. ദെൻ അത് അസസ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പബ്ലിക് ആണെങ്കിൽ പബ്ലിക്, എല്ലാവർക്കും കാണണമെങ്കിൽ പബ്ലിക് ആയിട്ട് കൊടുക്കുക. അല്ലാതെ രണ്ട് ആൾക്കാർക്ക് ഇടയിലേക്ക് മാത്രം വരുന്നതാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പം ഇവിടെ ഇത് പബ്ലിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പബ്ലിക് ആണെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ പബ്ലിക് കൊടുക്കുക. ദെൻ നെയിം എന്ന് കൊടുത്തു. നമ്മളിപ്പോ എന്ത് ചെയ്തു, ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇപ്പൊ കാറിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ ആട്രിബ്യൂട്ട് നെയിം എന്ന് പറഞ്ഞാല് നെയിം ആണ്. അപ്പൊ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നെയിം വെച്ചിട്ട് അത് വർക്ക് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കണം. അതിന് പേര് കൊടുക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്താൽ മതി. ദെൻ അതിനുശേഷം ആ ഒരു ഫംഗ്ഷന്റെ നെയിം, അപ്പൊ സെയിം നമ്മുടെ കാർ എന്ന് പറയുന്ന അതിന്റെ സെയിം പേര് തന്നെ ആയിരിക്കണം വരുന്നത്. സോ നമ്മൾ കാർ എന്ന് കൊടുത്തു. ഈ കാർ കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് അതിനകത്ത് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഫസ്റ്റ് നെയിം നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു നെയിം അത് എന്താണോ അതാണ്. അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഡേറ്റ ടൈപ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതിനുവേണ്ടി സ്ട്രിംഗ് സ്പേസ് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു. ദെൻ ഇത് അസസ് ചെയ്യുന്നത് എവിടെയൊക്കെ അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് പറയേണ്ടത്. അതിനുവേണ്ടി ഇവിടെ പബ്ലിക് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ നമുക്ക് കാർ എന്ന് പറഞ്ഞ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ഇപ്പൊ നമുക്ക് നെയിം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് നെയിം വരേണ്ടത്. അപ്പം അവിടെ കൊടുക്കേണ്ടത് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം. നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ ഒരു എറർ വരുത്താണ്. ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഈ പറയുന്ന സിമ്പിൾ ഇത് കമ്പൈലേഷന് വേണ്ടിയാണ്. കമ്പൈൽ ക്ലിക്ക് ചെയ്യുക, ഓട്ടോ കമ്പൈൽ കൊടുക്കുക. ഓക്കെ, ഓട്ടോ കമ്പൈൽ കൊടുക്കുക, ഹൈഡ് വാർണിംഗ് കൊടുക്കുക. ദെൻ ഞാൻ ഇവിടെ ഒരു എറർ വരുത്തുകയാണ്. ഫംഗ്ഷൻ ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് അല്ല കൊടുത്തേക്കുന്നത്. അതിന്റെ പേര് നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റ് നെയിം എന്നാണല്ലോ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ കണ്ടു ഇവിടെ കുറെ എറേഴ്സ് തന്നെ വന്നത്. ഇതാണ് ഓട്ടോ കമ്പൈലേഷൻ കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ്. നമുക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കാണിച്ചു തരും. ഇപ്പൊ ഞാൻ കൊടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും എന്ത് എററാന്നുള്ളത്. ഇവിടെ തന്നെ കണ്ടോ, ആ ഫംഗ്ഷൻ ആണെന്ന് അതിന് മനസ്സിലായിട്ടില്ല. അവരകത്ത് ആ ഒരു ലൈനിൽ എന്തോ ഒരു സംതിങ് മിസ്സിംഗ് ആണെന്നുള്ളതാണ് ഒരു എറർ പറയുന്നത്. അപ്പൊ നമ്മളവിടെ ഫംഗ്ഷൻ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആ എറർ അങ്ങോട്ട് മാറും. അതേപോലെ നമുക്ക് ഇവിടെ സെറ്റ് നെയിം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സെറ്റ് നെയിമിനകത്തൊരു ഫംഗ്ഷൻ കോൾ ആണ്. സോ ഫംഗ്ഷൻ കോഡ് കൊടുക്കുക. ഫംഗ്ഷൻ കോഡിനകത്ത് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇവിടെ ഞാൻ സ്ട്രിങ് ന്യൂ നെയിം എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊരു പബ്ലിക് ആണെന്ന് പറയാം. പബ്ലിക് എന്ന് കൊടുത്തു. ദെൻ നെയിം ഈക്വൽ ടു ന്യൂ നെയിം.
ഓക്കെ, നെയിം ഈക്വൽ ടു ന്യൂ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഓട്ടോ കറക്ഷൻ വഴി അതിന്റെ എറേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഓൾറെഡി കമ്പൈൽ ചെയ്തതാണ്, നമുക്ക് കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് കമ്പൈൽ ചെയ്തു, നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പൊ ഡിപ്ലോയ് ചെയ്യാം. ഡിപ്ലോയില് ഇപ്പൊ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വിർച്വൽ മെഷീനിലാണ് വർക്ക് ചെയ്യുന്നത്, VM-ലാണ് വർക്ക് ചെയ്യുന്നത്. കൊടുക്കുക. ഇവിടെ നമുക്ക് ഡിപ്ലോയ് ചെയ്ത കോൺടാക്ട്സ് ഒന്നുമില്ല. സോ ജസ്റ്റ് ഡിപ്ലോയ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെയിം ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാനൊരു ഫസ്റ്റ് നെയിം കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഓടിന്ന് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്തു. ഞാനിവിടെ നെയിം റീപ്ലേസ് ചെയ്യാണ്. അത് ചേഞ്ച് ആയി, കണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വാല്യൂസും ഇവിടെ ഒരു കോൺട്രാക്ട് ബേസിൽ ഇവിടെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇത് കാണണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഹാഷ് ട്രാൻസാക്ഷൻ ഏത് ബ്ലോക്കിൽ നിന്നും ഏത് ബ്ലോക്കിലേക്കാണ് പോകുന്നത്, അതിന്റെ വാല്യൂസ്, ഹാഷ് വാല്യൂ, ഇൻപുട്ട് ഡേറ്റ എന്തായിരുന്നു, അത് എൻകോഡ് ചെയ്തിട്ടുണ്ടോ, അതങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും കൂടി ഇവിടെ സോളിഡിറ്റി പറയാൻ പറ്റും. സോളിഡിറ്റിയുടെ വാല്യൂ അതിനുവേണ്ടി ഇവിടെ ഈ ഒരു സൈൻ കൊടുത്തതിന് ശേഷം എക്സാക്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എക്സാക്ട് വേർഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താലും മതി. ഇതും വർക്ക് ചെയ്യും. അപ്പൊ നമ്മളിത് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. കറണ്ട് ഇരിക്കുന്ന കോൺട്രാക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഓട്ടോ കമ്പൈലിംഗ് ആണ്, കമ്പൈൽ ആയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ഇതാക്കിയിട്ട് ഫസ്റ്റ് നെയിം ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഡിപ്ലോയ് ചെയ്യുന്നു. ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മളിവിടെ കോൺട്രാക്ട്സ് നോക്കുകയാണ്. നെയിം നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സെറ്റ് നെയിം കൊടുക്കുമ്പോൾ സെറ്റ് നെയിം എന്ന് പറഞ്ഞ വാല്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ, എന്നാലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സെയിം കാറിന്റെ പേര് ഇതുള്ളത് കൊണ്ട് ഇവിടെ വാല്യൂ സെറ്റ് ചെയ്താലേ ആ വാല്യൂ അകത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ പാസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഇതേ സ്മാർട്ട് കോൺട്രാക്ട് നമ്മുടെ സോളിഡിറ്റി നമുക്ക് കൊണ്ടിടാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് കോപ്പി ചെയ്തെടുക്കുകയാണ് ഇവിടുന്ന്. ഇത് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ സോളിഡിറ്റിയിലേക്ക് അത് പേസ്റ്റ് ചെയ്യാം. നമ്മൾ കാർ സോളിഡിറ്റി ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഇവിടേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ വേർഷൻ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. npm ഇൻസ്റ്റാൾ സ്ലോക്ക് വെച്ചിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഇതിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കയറി റൺ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്ലോക്ക്, അതായത് നമ്മൾ സോളിഡിറ്റി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഇത് സേവ് ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് npm install -save സ്പേസ് എന്താണ് നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം സോൾ ആണ് ഇപ്പം ചെയ്തത്. സോളിഡിറ്റിയുടെ ഫയലാണ് നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നത്. സോ ഇൻസ്റ്റാൾ ചെയ്തതിനെ സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് അവിടെ നേരത്തെ ഇല്ലാത്തൊരു ഫയൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് വരുന്നതാണ്. SLOC ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പാക്കേജ് ക്രിയേറ്റ് ആവും.
അതേപോലെ തന്നെ കൂടെ തന്നെ പാക്കേജ് ലോക്ക് ജേസൺ എന്ന് പറഞ്ഞ ഈ ഒരു ഫയലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ ഫയലിന്റെ നെയിം, അതിന്റെ ഡീറ്റെയിൽസ്, കുറെ കാര്യങ്ങളുണ്ട്. ഇത് കുറെ ഒരു വലിയൊരു ഫയലാണ്. നിങ്ങൾ നോക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ, എറേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ള കുറച്ച് ലിങ്കുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫയലാണ്. ഇതിൽ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ മറ്റ് വെബുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ ഫോർമാറ്റിന് മുമ്പായിട്ട് ഈ ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഈ ക്രിയേറ്റ് ആവുന്ന ഫയൽ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലോക്ക്, അതുകൊണ്ടാണ് ലോക്ക് ജേസൺ എന്ന് പറഞ്ഞേക്കുന്നത്. ഓൾട്ടർ ചെയ്യേ വേണ്ട, അതേപോലെ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ car.sol എന്ന് പറഞ്ഞ ഈ ഫയൽ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കമ്പൈലേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. See you.